അല്ല, ഒരു ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ എത്ര നിസ്സാരമായിട്ടാ സംഗതി നടപ്പാക്കിയത്. ഇതൊക്കെ നിസ്സാര കേസല്ലടാ. അതെ പയ്യമ്മ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. എന്തത്? ഇപ്പൊ ഈ സമയങ്ങളിൽ എനിക്ക് ഫീൽഡ് വർക്കാണ്. ഒരു 4 ദിവസത്തെ വർക്ക് അങ്ങോട്ട് ചടപടേന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാല് ബാക്കി 2 ദിവസം കൂടെ വീട്ടിലിരിക്കാം. ദേവികയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് ലീവ് എടുപ്പിക്കാം. അപ്പൊ അവൾക്ക് ഇപ്പൊ അവിടെ അത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും അല്ലല്ലോ. അല്ല, അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വേറെ ഒന്നുമില്ല. അല്ല അല്ല, അതിപ്പോ നിങ്ങളുടെ ഇഷ്ടം എന്തിലായിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ നജീബിനെ, ഈ ജ്വല്ലറി ഉടമ നജീബിനെ റെയ്ഡിന്ന് രക്ഷപ്പെടുത്തിയൊരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ കേക്കട്ട കഥയത്. അതായത് അന്ന് ഈ നജീബ് ഓടിക്കൊണ്ട് വരിക. നജീബിന്റെ ഈ റെയ്ഡിന്ന് ഞങ്ങള് രക്ഷപ്പെടുത്തിയൊരു കഥയെ പറയണത്. അപ്പൊ അന്ന് നജീബ് കാര്യം പറഞ്ഞു. അതായത് അതെ, സമയം ഒരുപാട് വൈകി. ഇപ്പൊ തന്നെ ഇറങ്ങേണ്ട സമയം വൈകി കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കഥ നമുക്ക് ഓഫീസ് വിട്ടു വന്നിട്ട് കേൾക്കാം. ഓ ശരി, ഇപ്പൊ നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയല്ലാതെ ഇതൊരു ത്രില്ലിംഗ് കഥയല്ലേ? അതാണ്. അപ്പൊ തുടക്കം മുതൽ കേട്ടില്ലേ അതിന്റെ രസം പോകും. അത് ശരിയാ, ബ്രേക്ക് വരാൻ പാടില്ല. അത് കേൾക്കേണ്ട കഥയത് ഞാൻ പറഞ്ഞുതരാത്. മാത്രല്ല പങ്കാമ പറഞ്ഞിട്ടെ കേൾക്കണേ. ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞാൻ ഇറക്കിയാലോ? എന്നാ ആയിക്കോട്ടെ, എന്നാ പോയിക്കോ. ശരി ശരി. ഇപ്പോ അളിയൻ കഥ പറയുമ്പോ ഞാൻ അളിയനെ ഒഴിവാക്കണ മാതിരി ഇവന്നെ ഒഴിവാക്കിയതാണോ? ഏയ് എന്താ ഈ നീ എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്റെ മുമ്പ് കൂടെ അമ്മ വന്നത്. ആണോ? എന്നെ നോക്കുകൂടെ ചെയ്തു. ഉറക്കപ്പിച്ചില്ലട അമ്മാതാ. ഞാൻ കണ്ടില്ല. എന്നിട്ട് നീ വെള്ളം കുടിച്ചാ? വെള്ളം കുടിച്ചില്ല. അല്ല, വെള്ളം കുടിച്ചു. അമ്മ എങ്ങോട്ടാ വെള്ളം കുടിക്കാനല്ലേ? വെള്ളം എടുക്കണം. കൊള്ളാമേ, സുന്ദരിയായിട്ടുണ്ട്. സത്യം? അത്രയ്ക്കൊന്നുമില്ല. അല്ലേലും നീ അച്ഛന്റെ കൂട്ടാണല്ലോ. അമ്മേ, എന്റെ കൂടെ കൊണ്ടുപോവോ? എവിടെ? ഓഫീസില്. അമ്പടാ, അത് വേണ്ടിട്ടല്ലേ നീ എന്നെ ഇപ്പൊ പൊക്കി പറഞ്ഞത്? കള്ള. അവിടെ കുഞ്ഞുങ്ങളെ കേട്ടത്തില്ല. അതെന്താ? അവിടുത്തെ സാറുണ്ട്, സാറ് സമ്മതിക്കത്തില്ല. പിള്ളേരെ വെളിയിൽ നിർത്തും ഓഫീസിന്റെ. പട്ടിനെ കണ്ടോന്നല്ല. എന്ത്? അല്ല, ഒരു വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഈ പോണേ. കുറെ കഴിയുമ്പോ അങ്ങനെ കണ്ടായിക്കോളും. എടാ, അത് ആദ്യമായിട്ട് പോവാണ്, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് നീ തന്നെ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല അമ്മ. ഇനിയിപ്പോ ആ പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വങ്കാൻ വെറുതെ വങ്കാൻ നോക്കോട്ടെ. ഞാൻ എന്തിനാ പോണേ? എനിക്ക് വയ്യ. സീതാലക്ഷ്മി, നീ ഞാൻ ഷർട്ടും കെട്, ഞാൻ കൂടെ പോവാം. അച്ഛൻ എന്തിന്റെ കേടാണ്? എന്തിനാ അച്ഛൻ പോണത്? പങ്കാ അവിടെ നിൽക്കല്ലേ? അല്ല, അതുകൊണ്ടല്ല. അല്ലെങ്കിലും അളിയൻ പോയാൽ ശരിയാവില്ല. ഒരു പെണ്ണ് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ച് കെട്ടി ഒരുങ്ങി അളിയൻ എന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ അത് വേണ്ട. ഞാൻ പോയിക്കോളാം. അല്ല പിന്നെ അല്ലെങ്കിൽ എണീറ്റിട്ട് പല്ല് വെച്ചിട്ടും കൂടി ഇല്ല. ആളാണ് ഇപ്പൊ പുറത്തേക്ക് പോകാൻ നിക്കണം. എന്നിട്ട് എവിടെ ആളെ കാണാനില്ലല്ലോ? ദേവികേ, മോളെ, എന്തോ ഇറങ്ങാൻ സമയായിട്ടാ. വരുന്നു അമ്മേ. വരും. വരട്ടെ. ഓട്ടോറിക്ഷക്കാരനെ. അപ്പൊ ഞാൻ അനന്തൻ ഇറങ്ങിക്കോ. അങ്ങനെ ആവട്ടെ. എങ്ങാട് പോയിന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ. എന്ത് പറഞ്ഞു? അവര് പോകുമ്പോ പുറകെ പോയി നോക്കണമെന്ന്. ആരുടെ കാര്യോട് നീ പറയണ? ദേവകേശി മങ്കിയമ്മാവനും പോയെന്ന്. എങ്ങാട് പോയിന്ന്?
പക്ഷെ അത് നോക്കാനല്ലേ ഞാൻ പറഞ്ഞേ. എടി അവര് ഓഫീസിൽ വല്ലതും പോയായിരിക്കും. നീ നിന്റെ പാട് നോക്കിപ്പോ ചെല്ലി. അവർ ഓഫീസിലൊന്നും പോയതല്ലേ, എനിക്ക് ഉറപ്പാ. ഞാൻ അവരെങ്ങാട് പോയിന്നാ നീ പറയണ? അതല്ലേ ചെന്ന് നോക്കുന്ന പിടിക്കും. എടി ഞാൻ പല്ല് തേക്കട്ടെ. പല്ലൊക്കെ പിന്നെ ചാക്കാം. എടി ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് പോകാന്ന്. വേണ്ടി ചെല്ലേ, ഇത് നിക്കണ്ട, തുടച്ചിട്ട് പോവോ. എന്ത് നിന്നെക്കൊരു കാര്യം. ആൾക്കാർക്ക് നേരം വെളുത്തപ്പോ തന്നെ ഓരോ പണിയുണ്ടല്ലോ. ഒന്ന് കഴിക്കട്ടെ. അവര് പോകുന്ന അംബ്ലിക്ക. എന്റെ പൊന്നോ. സ്പീഡിൽ പോണേ, സ്പീഡിൽ പോണെന്ന്. നീ ഇത് പിടിച്ച് അങ്ങോട്ട് പോവാ. അതെ, ഒരു ഗവേഷണം ഉണ്ട് അച്ഛൻ രാവിലെ. ഗവേഷണോ? ആ എന്താ ഗവേഷണോ? അതെ, ഒരു പുതിയ കേബിളും പഴയ കേബിളും കൂടി ചെറ്റിപ്പണം ഞങ്ങളുടെ കയറി പോണേന്നൊന്ന് അത്യാവശ്യമായിട്ട് അറിയണം. കസ്റ്റമർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണം. എന്താ? പഴയ കേബിളും പുതിയ കേബിളും കൂടി ചിറ്റിപ്പണം ഞങ്ങളുടെ കയറി പോയെന്ന് നോക്കണമെന്ന്. അല്ലെ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാവും. ആ അല്ല അച്ഛൻ ഇവിടെ ഇരുന്ന സ്കൂട്ടർ എന്ത് ചെയ്യണ്ട? നോക്കടാ. പിന്നെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ നജീബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലൊക്കെ നിങ്ങക്ക് കഴിയാവുന്ന കൊടുത്താൽ സന്തോഷം. മുതലാളിമാര് കണ്ടറിഞ്ഞു കൊടുത്താൽ. മുതലാളിമാരൊക്കെ കണ്ടറിഞ്ഞു കൊടുക്കൂ. പക്ഷെ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ നജീബിനോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ ശരിയാക്കാം. അല്ലെ പോയി ഒരാളൊരു ചെലവൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് നോക്കാന്ന്, കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴെ ഷോപ്പില് ഷിജുനെ അറിയില്ലേ? ഷിജുനെ കണ്ടാ മതി. അതെ അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യല്ലേ? അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ശരി സാർ. ഒരു മിനിറ്റ്, ഈ വള ഇവിടുന്ന് മേടിച്ചാണോ നമ്മുടെ ഷോപ്പിൽ നിന്ന്? ഈ വളയോ? അല്ല, ഇത് മൂവാറ്റുപുഴന്ന് വാങ്ങിച്ചതാ. ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാ വരുന്നത്. ഈ ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. ഇത് പഴയ ഡിസൈനാ. എന്റെ അമ്മയുടെ 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 വളയത്. ഇത് തലമുറ മാറി മാറി ഇപ്പം എന്റെ കയ്യിലാ. പിന്നെ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ, ഷിജുനായിട്ട് സംസാരിക്കാം. ഓ ശരി സാർ. ശരി ശരി. നജീബ് ഇപ്പൊ ഒന്നോ നാളായിട്ട് വരുമോ? ഇല്ലില്ല, നജീബ് ഞാൻ വിളിക്കുമ്പോ ആയിക്കോട്ടെ, പറഞ്ഞാ മതി. ഓ ആയിക്കോട്ടെ, ശരി ശരി. ഞാൻ കണ്ടില്ലല്ലോ. നീ എങ്ങനെ കാണാനാണ്? ഞാൻ ദൂരം വിളിച്ച് നിനക്കതിന് ചെവിയില്ലല്ലോ. ഞാൻ വിശന്നിട്ട് ഒരു ചപ്പാത്തി എടുത്ത് തിന്നാണ്. അത് കഴിച്ചോ? പക്ഷെ പോയ കാര്യം എന്തായിരുന്നു പറ. പോയ കാര്യമൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പോയ കാര്യം ചീറ്റിപ്പോയി. ഇതാണ് അമ്പിളിക്കാൻ ഒരു കാര്യത്തിൽ കിട്ടാൻ ഒരു ഉത്തരവാദിത്വം ഇല്ല. എടി, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ നമ്മുടെ വണ്ടി എടുത്ത് സ്പീഡിൽ പോയി അവരെ ഞാൻ കണ്ട് മുട്ടിയില്ലെന്നായപ്പോ നമ്മുടെ കൈതച്ചക്കട തോട്ടമില്ലേ, അവിടെ വളഞ്ഞങ്ങാടി ചെല്ലുമ്പോ തന്നെ ഒരു പകയൻ വണ്ടിക്ക് കൈകാടി ദേ കിടക്കണം. ഞാനതങ്ങനെ ഇറങ്ങി വന്നത് എന്താന്ന് ചോദിക്കാൻ. ഇല്ല, അത് ഞാൻ വിളിച്ചതല്ല. കൈ തട്ടി വന്നായിരിക്കുള്ളൂ, ശ്രദ്ധിക്കാതെ. കയ്യബദ്ധം പിന്നി അല്ലേ? നിന്റെ കയ്യബദ്ധത്തിന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അല്ല, അമ്മ പുറത്തോട്ട് എങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് എന്നിട്ട് എപ്പോ വന്ന്? ഞാൻ എപ്പോ വന്ന് കിടക്കണതാ മോളില്. മോളിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന? ഉറങ്ങിപ്പോയി. അല്ല, ചായ എന്തോ തരാൻ വേണ്ടി ഷാഹിനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന് പറയണ്ടായി. പങ്കാമ ഉറങ്ങി. ശരി. വെല്ലോടത്തും കിടന്നുറങ്ങണ പാവപ്പെട്ടവനെ കുറിച്ചാണ് അവൾ അപവാദം പറയുണ്ടാക്കണ. എന്താ നിന്നൊക്കെ ചെയ്യണ്ടേന്ന് അറിയാമോ? സോറി. എന്ത് സോറി? ഇന്നങ്ങോട്ട് വളഞ്ഞു കുത്തിയാ മതിയല്ലേ? തണ്ടില്ലേ, അതും വെച്ചിട്ട് പടക്കം ഉണ്ടാക്കി തന്നു. ആണോ? നല്ല രസമായിരുന്നു. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അയ്യോ പോണ്ട, ഇപ്പൊ പോണ്ട. പിന്നെ എടുക്കാം കേട്ടാ. പിന്നെ ഉച്ചയ്ക്ക് ആരാ ഭക്ഷണം തന്നെ? ഷാഹിന ആന്റി. നിനക്കോ? എനിക്ക് ആയിരത്തന്നു.
വാരി തന്ന ഷൈനന്റെ ഇഷ്ടായ ഇഷ്ടായ ഇനി അച്ഛന് വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് മുത്തശ്ശന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചെന്നിട്ടേ നന്നായിട്ട് വർത്തമാനം പറയണം. അപ്പൊ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാവും. നല്ല ഇഷ്ടമായി കഴിയുമ്പോ മക്കൾ ഇവിടെ തന്നെ നിന്നോ, ഇവിടുന്ന് എവിടേക്കും പോണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നിക്കാം. ഇനി അച്ഛൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടു. എന്താവും? കാറ് ലോറി ഒന്നല്ല. എന്താ പറ? എന്താന്ന് പറ. ആലോചിച്ച് പറ. കപ്പലണ്ടി എന്നല്ല. ആ ബാഗ് ഇട്. കപ്പലണ്ടി. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെ ഇരിക്കും. ഇന്നാ നീ നേരിരുന്നോ? അതിനെ പണി. ചോക്ലേറ്റ് ഇഷ്ടല്ലേ? അമ്മയ്ക്ക് കൊടുക്കണ്ടേ അച്ഛാ? അമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ മക്കളെ, അച്ഛനിങ്ങനെ മിഠായി വാങ്ങിച്ചു കൊണ്ട തന്നോന്നും ആരോടും പറയരുത് കേട്ടാ. എന്താ അച്ഛാ? അങ്ങനെ പറഞ്ഞു തുടങ്ങ് ട്ടാ. കപ്പലണ്ടിയാ ഇതിനകത്താ? എന്നാ പിന്നെ കപ്പലണ്ടി വാങ്ങിയ പോലെ ആയിരുന്നില്ലേ? ചായ വെച്ചോ? അതറിയാൻ വേണ്ടി വന്നതാ മോള്. ഓ ദേഷ്യപ്പെടണ്ട. ചായയെ എനിക്ക് തരണ്ട, എന്താണ് കൊടുത്താ മതി. അനന്ത് വന്നാ? കേറി വരുന്ന ഉണ്ടായിരുന്നു. ആവട്ടെ. അമ്മേ നന്നായിട്ട് ചായ ഉണ്ടാക്കുമല്ലേ? ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. ആനന്ദ സാറിന് ഞാൻ ചായ കൊണ്ട് കൊടുക്കട്ടെ? അയ്യോ അത് വേണ്ട. അന്തേട്ടനെ വേറെ പെണ്ണുങ്ങൾ ചായ കൊടുക്കുന്ന ഇഷ്ടാവില്ല. അതെന്താന്നറിയോ ഷാഹിന, ഇന്ന് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായേ. ഏത് ഓഫീസില്? ഈ സർവേയുടെ ഓഫീസില്. അതിന് ചേച്ചി എന്തിനാ തൊത്തി കളിക്കുന്നേ? ഓഫീസിലേക്ക് തന്നെ പോയത്. അയ്യോ ഓഫീസിലേക്ക് തന്നെയാ. ഈ രാവിലെ മുതൽ സർവേ 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 എന്ന് പറഞ്ഞു പെട്ടെന്ന് സർവേ ഓഫീസിൽ നിന്ന് കിട്ടിയില്ലേ. സംശയം ഉണ്ടെങ്കിൽ ആനന്ദ സാറിനോട് ചോദിച്ചോ. എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചല്ലേ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ആനന്ദ സാർ എന്നോട് വഴക്കുണ്ടാക്കിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഇപ്പൊ ഈ ചായ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ വഴക്കങ്ങ് കോംപ്രമൈസ് ആവും. എന്നാ കൊടുത്തു ചേച്ചി? ഒരു സബോർഡിനേറ്റിന്റെ വിഷമം മൂക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. ശരി ശരി കൊടുത്തോ. താങ്ക് യു. മധുരം ഇട്ടായിരുന്നോ? ഇട്ടതാ. ഗ്ലാസ് പിടിക്കാൻ നോക്കണേ, ചൂട്. നിർത്തിയാക്കട്ടെ? ശരി, ഞാൻ കൊണ്ടുവന്ന് സോപ്പിട്ട് നോക്കട്ടെ കേട്ടോ. ഓഫീസിലേക്ക് തന്നെ ആയിരിക്കും പോയത്. ആയിരിക്കും. വെറുതെ സംശയിക്കണ്ടായിരുന്നു. കുറച്ചാളായില്ലേ ഞാൻ വന്നിട്ട്, അതാ കാണാനുള്ളത്. സാറേ നമസ്കാരം. ഇരിക്കി ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കണം. പ്രായമൊക്കെ ഒരുപാട് ആയിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കല്യാണം കഴിച്ചാൽ മതി. പറ്റിയ കൊണ്ടുപോവാ. ആഹാ, ഇപ്പൊ അങ്ങനെയായ? ഇതുവരെ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് എന്നാ പിന്നെ വേണ്ട. അയ്യോ, അത് സൂപ്പർ പെമ്പിള്ളേർ എന്തേലും ഉണ്ട്. മണി പോലെ സർക്കാർ ഉദ്യോഗസ്ഥ.
അത് കൊള്ളാം. ഉറപ്പിക്കാം. അല്ല പക്ഷെ അതിന് വേറെ പ്രശ്നമുണ്ട്. എന്ത്? എന്റെ മൂക്ക് ശരിയില്ല, ഒരു മൂക്കറാച്ചി മാതിരി. എന്നാ നോക്കാം. ആ വേറെ നോക്ക്. ഇത് കൊള്ളാം. അപ്പൊ ഇതങ്ങ് ഉറപ്പിക്കാം. അല്ല പക്ഷെ അതിന് വേറൊരു പ്രശ്നമുണ്ട്, അതിന് മുടിയില്ല. മുടി കുറവാണെങ്കിൽ നമുക്ക് മുടി വെക്കാമല്ലോ. ഇനി ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മുടി വെക്കാൻ വേണ്ടി. പിന്നെ ഇത് ഏയ് ആ നന്നല്ലെന്നേ. എടോ ബിജു പി.സി, തനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? അവൻ വെറുതെ പറയാണേ, അവൻ കല്യാണം ഒന്നും കഴിക്കാൻ പോണില്ല. ഇതിപ്പോ താൻ കാണിക്കുമ്പോ പഴയ കാലത്ത് സ്കൂളിൽ ഇങ്ങനെ താജ്മഹൽ കാണിക്കാൻ ആൾക്കാർ വന്നിരുന്നു, അതേപോലെ കണ്ടോണ്ടിരിക്കുക. അവൻ അതൊന്നും നടക്കില്ല. ഇതിപ്പോ ഓരോ ദിവസം എന്നെ കൊണ്ട് ഇങ്ങനെ നടത്തിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അല്ല അതിപ്പോ അവനല്ലേ വേണ്ടാത്തുള്ളൂ, വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അതെ അതെ. ബിജു പി.സി, അപ്പുണ്ണിക്ക് പറ്റിയ വല്ല പെമ്പിള്ളേർ വല്ലതും ഉണ്ടോ? നടക്കുന്ന കാര്യം ഉണ്ടോ ആലോചിക്കും. അപ്പുണ്ണിക്ക് പറ്റിയ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അപ്പുണ്ണിക്ക് ഇഷ്ടപ്പെടേണ്ടത്. വളരെ നീ എന്ന് അപ്പുണ്ണി ഇങ്ങ് വിളിച്ചോണ്ട് വാ. അവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് അടഞ്ഞു നിൽക്കില്ലയോ? പിന്നെ ഇവിടെ നടക്കുന്ന ആലോചനയൊന്നും അവനറിയണ്ട. നീ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വാ. വേഞ്ചല്ലേ അത് നടക്കും. അല്ല സൂപ്പർ പെമ്പിള്ളാര. ഇതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു തരാവോ നിങ്ങൾ? ഉറപ്പിക്കാം. നോക്കാം. താമരപ്പെണ്ണെ നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, താളം തുള്ളാൻ വാ, കുത്തമ്പുരാട്ടി പാട്ട് പാടാൻ വാ. ചക്കരക്കുട്ടി നീ കൂടെ വന്ന മാങ്ങ പറിച്ചു തരാം, നല്ല മാങ്ങ പറിച്ചു തരാം. നന്ദിനി ഉണങ്ങിയല്ലേ കഴിക്കാറ്? എന്താ സേവനമാരാ? അതേ ഈ പറമ്പിൽ മുഴുവൻ ഇല തൊഴിഞ്ഞ് കിടക്കണേ. അപ്പൊ ഞാനതൊക്കെ ഒന്ന് കൂട്ടിട്ട് തീ കത്തിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പാമ്പ് വരും. ശരിയാ പുണ്യേട്ടാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതല്ലേ. നീ നടക്കണ മാത്രല്ല, നന്ദിനി രമണിനെ ഞാൻ കൊണ്ട് നടത്തണ സ്ഥലാ. അപ്പൊ അവരുടെ പാമ്പ് പിടിച്ചാലോ? പുണ്യേട്ടാ, ദേവി ചേച്ചി എവിടെ? അവിടെ എവിടെയുണ്ട്. എന്താ ഒരു ഇഷ്ടക്കേട്? ഇഷ്ടക്കേടൊന്നുമില്ല, ഇത്തിരി ഗമ കൂടുതലുണ്ടോന്നൊരു തോന്നലുണ്ട്. പുണ്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പോയി ചോദിക്കും. എന്തിന്? ഒന്നും പറഞ്ഞില്ല. അതെ സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, അതിന്റെ കുറച്ച് ഹൂങ്കുണ്ടോന്ന് തോന്നുന്നുണ്ട്. എന്റെ അപ്പുണ്ണിയേട്ടാ അതൊക്കെ ചെലപ്പോ ഉണ്ടാവും. നമ്മുടെ ആനന്ദേട്ടൻ തന്നെ എങ്ങനെയായിരുന്നു? പാട്ടും കളിയായിട്ട് ചിരിച്ചളിച്ച് നടന്ന ആളല്ലേ. ഉദ്യോഗം അങ്ങോട്ട് കിട്ടി, എന്തോ പ്രസിഡന്റിന്റെ പദവി പോലെ ഏറെ പിടിച്ചല്ലേ ഇപ്പൊ നടക്കണ്. ആക്കെ ഉണ്ടാവും, സാരില്ല. അതെ ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ നാളെ കൃഷിഭവനിൽ പോയി, അവിടെ വാഴത്തൈ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓ അവിടുത്തെ അവിടെ അഹങ്കാരം. വാഴത്തേക്ക് അഹങ്കാരോ? വാഴത്തൈക്കല്ല, അവിടുത്തെ ജീവനക്കാർക്ക്. അവരുടെ വീട്ടിൽ നട്ടു വളർത്തിയിട്ട് നമുക്ക് തരുന്ന വാഴത്തൈ പോലെയാ സർക്കാർ കൊടുക്കണല്ലേ. നിനക്കുണ്ടാവും ഇത്. എനിക്കെന്തിനാ? അത് നിനക്കും സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടാനല്ലേ നീ മോഹിക്കണേ. അപ്പൊ നീയോ അഹങ്കാരിയാവും. എനിക്കങ്ങനെ അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. അതെ അമ്മയ്ക്ക് ഭയങ്കര കാര്യട്ടോ ദേവി ചേച്ചിയെ. അടുക്കളയിൽ ഭയങ്കര സഹായ. വലിയ സംഭവമായി പോയി. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ കൊറേ സഹായിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും കാണാനും പറയാനും ഒന്നും ആളില്ല. ഞാൻ പറയാറുണ്ട്. എപ്പോ പറയാറുണ്ട്? ഞാൻ ഒരുപാട് പറഞ്ഞു. നീയേ നീ ഇനിയും വീട്ടിൽ വരണട്ടോ, അമ്മയെ കൂടുതൽ സഹായിക്കണം. ഈ അപ്പുണ്ണിയേട്ടന് വല്ല പ്രാന്തുണ്ടാ? എന്ത്? ഞാൻ ആ വീട്ടിലെ പണിയെടുക്കണം, ഈ വീട്ടിലെ പണിയെടുക്കണം. അവിടെ രണ്ട് പെണ്ണുങ്ങൾ വന്നില്ലേ, അവര് ചെയ്യട്ടെ ഇനി. അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ ഈ പണി മുഴുവൻ എടുക്കണം. കാണേണ്ടവരൊന്നും കാണാനില്ല, മനസ്സിലാക്കില്ല. ആര് പറഞ്ഞു? ദൈവം എല്ലാം കാണുന്നുണ്ട് കുമാരി. അതെ നീ ഇനി വീട്ടിൽ വരണം, അമ്മയെ കൂടുതൽ സഹായിക്കണം. അപ്പൊ അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടം കൂടും. അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാവുന്നു. എന്തിനാ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാവണേ? അതൊക്കെ ഉണ്ട്. എന്താ ഷായന? അപ്പുണ്ണേട്ടാ ഇതെന്താ പണി? ഇതേ നമ്മുടെ കുഞ്ചുനും മാളൂനെ ബാറ്റ് ഉണ്ടാക്കുക ക്രിക്കറ്റ് കളിക്കാൻ. അവര് ക്രിക്കറ്റ് കളിക്കുവോ? പിന്നെ കളിക്കുവാന്ന്. മട്ടലെടുത്തിട്ടാ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കണേ? അതറിയില്ല അപ്പുണ്ണേട്ടന്? എന്റെ കുഞ്ഞുനാളിലൊക്കെ ഇത് വെച്ചിട്ട് ബാറ്റ് ഉണ്ടാക്കിയാ കളിച്ചോണ്ടിരുന്നേ. നീ ക്രിക്കറ്റ് കളിക്കായിരുന്നോ? ഞാൻ കളിക്കും. ആണോ? എനിക്ക് വലുതാവുമ്പോഴേ മിതാലിനെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആരാ മിതാലി? മിതാലിനെ അറിയില്ല അപ്പുണ്ണേട്ടന്? ഇല്ല. അയ്യോ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഗാംഗുലി മാറിയാ? ഗാംഗുലിയൊക്കെ റിട്ടയർഡ് ആയിട്ട് എത്രയായി അപ്പുണ്ണിയേട്ടാ. ആണോ? അത് ആണുങ്ങളുടെ ടീമല്ലേ, ഇത് പെണ്ണുങ്ങളുടെയാ.
ആണോ? എനിക്ക് ഗാംഗുലി വരെ അറിയുള്ളൂ. അപ്പൊ പെണ്ണുങ്ങൾ ക്രിക്കറ്റ് കളിക്കുവോ? പിന്നെ കളിക്കില്ലേ? നീ കളിക്കാൻ പോണ്ട? ഞാൻ കളിക്കാൻ പോവാ. അപ്പൊ ആമ്പിളിക്ക സമ്മതിക്കുവോ? അമ്പിളിക്ക് എന്താ സമ്മതിക്കാത്തെ? സമ്മതിക്കൂലേ? അപ്പുണ്ണിയുടെ വരുന്നുണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ? ക്രിക്കറ്റ് കളിക്കാനോ? ഏയ് ഞാനില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ പഠിപ്പിച്ചു തരാന്ന്. അതെ, നീ അവിടെ ഇരുന്നേ. എന്താ അപ്പുണ്ണിട്ടാ? അവിടെ ഇരിക്ക്. എന്തിനാ ഇരിക്കണേ? ഒന്നിരിക്കുന്നു. അയ്യോ, ഇത് കൊടുക്കണേ എനിക്ക്. അവിടെ ഇരിക്ക, ഒരു കാര്യം ചോദിക്കണ്ടേ? അതെ, കുമാരി എന്തെങ്കിലും പറഞ്ഞോ ഷാഹിനോട്? എന്നോട് എന്ത് പറയാൻ? ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ? ഇന്നലെ പറഞ്ഞു. എന്താ പറഞ്ഞേ? പാലിന് തീരെ കൊഴുപ്പില്ലാന്ന്. അപ്പുണ്ണിയുടെ വെള്ളം ചേർക്കുന്നുണ്ടോ? അതൊന്നല്ല. പിന്നെ ആരാ ഞാൻ പാലിൽ വെള്ളം ചേർക്കണമെന്നൊക്കെ പറഞ്ഞേ? അപ്പുണ്ണിയുടെ അല്ലാതെ ആരാ പശുവിന്റെ അടുത്ത് പോവാറ്? ഞാൻ പാല് വെള്ളം ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ പിണ്ണാക്ക എന്താ ഒറ്റയ്ക്ക്? ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ ഇവിടുന്ന് എങ്ങടെയും പോവാ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആരൊക്കെ ഇപ്പൊ ഈ വീട്ടുകാര് വന്നു കേറിയവരാരൊക്കെയാണ്? ഇനിയിപ്പോ ആരൊക്കെ കേറി വരും? എന്തെനിക്ക് ആലോചിച്ചിട്ട് ഉറക്കം കിട്ടാനില്ല എനിക്ക്. നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കണം എന്തിനാന്ന്? ആലോചിക്കാതിരുന്നായി നല്ല ഉറക്കം കിട്ടും. എന്റെ പെങ്ങളെ മക്കൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറഞ്ഞ് നിക്കാറയാ, അതൊരു ഗുണം തന്നെയാ അത്. വരുന്നു. എന്താണ്? അങ്ങോട്ട് വരട്ടെ. ഒന്നോ എന്താ അമ്മാവനും മരുമോനോട് ഒരു സ്വകാര്യം പറച്ചില്? ഇവിടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാ കുട്ടി. കുട്ടികളെന്തേ? ഷാഹിനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ടാ? നോക്കിക്കോട്ടാ. ഏട്ടാ, ഷാഹിനെ പിന്നെ ഒരു സംശയം പോലെ ചോദിച്ചു, ഏട്ടന്റെ ഓഫീസിലേക്ക് അല്ലേ വന്നതെന്ന്. അതെന്താന്ന് എനിക്കറിയില്ല. ഇവൾക്ക് ഇവളുടെ കാര്യം നോക്കിയാ പോരെ, എന്തിനീ മറ്റുള്ള ആളുകളുടെ കാര്യം അന്വേഷിക്കാൻ നടക്കണ ഇവള്? ഇത് എന്താണ് ഭംഗിയാവാ? ആ പെണ്ണ് വല്ല CID ഏജന്റ് ആയിട്ടാണോ? സകല കാര്യം അറിയാലോ. അതേന്ന് ഒരു ഈച്ച പോലും അറിയാതെ വാങ്ങിച്ചാണ് ഞാൻ ഇവളുടെ കയ്യിൽ കിടക്കുന്നത് ഈ വള. അതിന്റെ അളവും തൂക്കൊക്കെ ചോദിച്ചോണ്ട് വന്നിരിക്കണമെന്ന്. ഇതെങ്ങനെ സംഭവിക്കണത്? എനിക്ക് തോന്നതേ ഇതിന്റെ പുറകില് നമ്മുടെ അമ്പിളിയാന്നാ. അമ്പിളിയാ? അന്ന് ഞങ്ങള് ജ്വല്ലറിയിലേക്ക് വന്നില്ലടാ. അപ്പൊ നിന്നെ കാണുന്നതിന് മുമ്പ് ഓട്ടോറിക്ഷയുടെ പുറകില് നമ്മുടെ സ്കൂട്ടറായിട്ട് അമ്പിളി ഇങ്ങനെ ഫോളോ ചെയ്യണ ഞാൻ കണ്ടു. അല്ല, അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല, ഞാനത് പിന്നെ കണ്ടൂല കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ എന്തൊക്കെയോ ഒരു ചില സംശയങ്ങൾ എനിക്കും ഇല്ലായികയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് അവനോട് കാര്യം എന്താന്ന് ചോദിച്ചു പോരായിരുന്നു? അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ലാന്ന്. ഞാൻ കുമാരിയോട് ചോദിച്ചായിരുന്നു. എന്ത് ചോദിച്ചു? നീ പറഞ്ഞ വളയുടെ കാര്യം. ചേച്ചി എന്ത് പണിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ടാണോ ചോദിച്ചേ? അങ്ങനെ ഞാൻ ചെയ്യോ? പിന്നെ അല്ലേ, ഇത് കാര്യം എന്താന്ന് അറിയണ്ടേ? ആനന്ദ സാറിന് അങ്ങനെ കുമാരിയായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് ആ വളയുടെ കാര്യം. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ വള കുമാരിക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് അവളുടെ. അച്ഛനോ? നീ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച വളയിൽ ഒന്നാണത്. അല്ലാതെ അനന്ത സാറ് വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല. ഇനിയിപ്പോഴേ ഈ അനന്ത സാറിന്റെയും കുമാരിയുടെയും വളക്കഥ വേറെ എവിടെയും പറയാൻ നിക്കണ്ട കേട്ടോ. ഇപ്പൊ സംശയമൊക്കെ തീർന്നില്ലേ നിന്റെ? ശരി. അതെ ചേച്ചി, പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. കഴിഞ്ഞില്ലേ? അതല്ല, കുമാരി ചേച്ചിയുടെ കയ്യിൽ കിടക്കുന്ന വള അച്ഛൻ വാങ്ങിക്കൊടുത്തത്. ഇവിടുന്ന് അച്ഛനെ വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിക്കണം. അങ്കിൾ അങ്കിൾ. അച്ഛൻ പറഞ്ഞല്ലോ റൂമിൽ കഴിയുമ്പോ അച്ഛനെ വിളിക്കാന്ന്. അത് നമ്മുടെ റൂമില് വാതിലൊക്കെ അടച്ചാലേ. ഇത് വാതിലടച്ചിട്ടില്ലേ, വാതിലൊക്കെ തുറന്നു കിടക്കില്ലേ? അച്ഛൻ പോയി വാതിലടാ. ഇപ്പൊ അങ്കിളിനെ വിളിച്ചാൽ മതി കേട്ടോ. അവിടെ കിടന്നോ. അതെ, പാട്ട് പാടുത്താ. എന്ത് പാട്ട്? ഏതെങ്കിലും പാട്ട് മതി. പാടച്ചാ. ഏത് പാട്ട് എന്ന് പറ. ഏതെങ്കിലും പാട്ട് മതി. അച്ഛൻ ഇവിടെ കിടന്നുറങ്ങല്ലേ? ഏതെങ്കിലും പാട്ട് പാടച്ചാ. കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നിഞ്ചേരിയിലെ ഇത് കൊള്ളാത്ത പാട്ടാച്ചാ. ഉള്ളൂല്ലേ? ഈ പാട്ട് മതി അച്ഛാ. കോഴിക്കുഞ്ഞുങ്ങളുണ്ടാ? പിന്നെ 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്.
ഒന്നതാ ഈ ഒരു കോഴിക്കുഞ്ഞ്, ഒന്ന് ഈ കോഴിക്കുഞ്ഞ്. പതുക്കെ ചിരിക്കടാ. ഹലോ. ആ ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്താ പോകുന്നേട്ടാ? ആ നിന്നെ തിരക്കി ഓഫീസിലോട്ട് പോരുന്നു ഞാൻ. എന്താ കാര്യം? വാ പറയട്ടെ. എന്താ പോകുന്നേട്ടാ? അതേ മജീദയ്ക്ക് തീരെ വയ്യ. അയ്യോ എന്തു പറ്റി? ഭയങ്കര പനിയും വിറയലും കിടുകിടുപ്പും ഒക്കെ ആയിട്ടിരിക്കുക. മരുന്ന് മേടിച്ചു കൊടുത്തില്ലേ? മരുന്ന് മേടിച്ചു കൊടുത്താ അതുകൊണ്ട് കുറയുന്നില്ല. ആ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് പനി. ഒരാഴ്ചയൊക്കെ എടുക്കും. വൈറൽ ഫീവർ ആണെന്ന് തോന്നുന്നു. ഇത് ആ പനി അല്ലെന്ന്, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമായി. ആണോ? ആ അല്ല ഗോവിന്ദേട്ടൻ കൂടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്പിളിയോട് പോയി പറയാം, അവൻ അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചെന്നിട്ട് അവളോട് ഇത് പറഞ്ഞ അവളുടെ മനസ്സ് പ്രയാസപ്പെടുവേ. ഒരു പണി ചെയ്യാം, ഞാൻ വരാം, എന്താന്നൊന്ന് നോക്കട്ടെ. അമ്പിളി ഇത്ര സീരിയസ് ആയിട്ടിരിക്കുമ്പോ അമ്പിളി തന്നെ വന്നിട്ട് കാര്യമുണ്ടോ? ഒറ്റ മോളല്ലേ, അവളെ കൂടെ കൊണ്ട് കാണിക്കണ്ടേ? ഇത് ഇത്ര സീരിയസ് പറയാൻ എന്തുട്ടാ? ഞാൻ മിനിയാന്നേം കൂടി ആരോഗ്യത്തോടെ കണ്ട് സംസാരിച്ചല്ലേ പുള്ളിനോട്. എന്നാ മെനഞ്ഞാ നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും ഇത്ര സീരിയസ് ആയത്. എന്തായാലും ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഗോവിന്ദൻ കൂടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. ഞാനിപ്പൊ ചെന്ന് പെട്ടെന്ന് അവളോട് പറഞ്ഞാല് എങ്ങനെ അവതരിപ്പിക്കും? അത് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അവള് വന്ന് കണ്ടിട്ട് ഈ സംഭവിക്കും വായെടുത്ത് പറയണ എന്തുട്ടാ സംഭവിക്കണ? ആരോഗ്യത്തോടെ ഇരിക്കണ ആള്, പനിയൊക്കെ എല്ലാവർക്കും വരണതാണ്. മരിച്ചുപോയി കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ എന്തൊരു നെഗറ്റീവാണ് ഇയാള്. ഒരു പണി ചെയ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളോട് സമാധാനമായിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് വരാം. ചേട്ടൻ പോയിക്കോ. ആ ഒരു വാക്ക് മതി. ഞാൻ പോ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞ അവളെ വിളിച്ചോട്ട് വരാന്നേ. ഇയാളെന്താ കരാറെടുത്തേക്കണത്? മരുന്നെല്ലാം കൊടുത്ത ചേട്ടൻ എപ്പോഴാ ഇവിടെ വന്നത്? ഓ ഞാൻ വന്നപ്പോ ഉള്ള കാര്യം ഒന്നും പറയണ്ട. എന്നെ കണ്ടതും വാവിട്ടൊരു കരച്ചില്ല. ഇച്ചിരി ബോധമുണ്ട്, എന്നിട്ട് ഇങ്ങനെ കാണിക്കുവോ? വെള്ളം അടിക്കണോന്നാ? വെള്ളം അടിക്കണമെന്നല്ല, തൊണ്ട വരണ്ടത്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് കുറെ വെള്ളം ചൂടായിക്കൊണ്ട് ആറ്റിച്ചു കൊണ്ട് കൊടുത്തു. 3 ഗ്ലാസ് കുടിച്ചു. അതാണ് ആ വയറ് വീർത്തിരിപ്പുണ്ട്. എന്ത് പനിയാന്ന് വല്ലോ ഡോക്ടർ പറഞ്ഞ? എന്താ വല്ല ചിക്കൻ കുനിയ വല്ലോണാ? ഇവിടെ ഭയങ്കര ചിക്കൻ കറിയുടെ മണം. നിനക്ക് കിട്ടണ്ട ഷായന? എന്റെ മൂക്ക് അടഞ്ഞിരിക്കുക. ഇല്ലേ? അയ്യോ എന്റെ മൂക്ക് അടഞ്ഞിരിക്കുക. എന്തു അമ്പിളി ഇത്? 2 ദിവസമായിട്ട് വയ്യാതെ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് ഇങ്ങനെ മണപ്പിക്കുന്നത്. അത് തന്നെ ഞാനും ചോദിക്കണം. ഭയങ്കര ചിക്കൻ കറിയുടെ മണോയി. നല്ല കുമുകുമാന്നുള്ള കിട്ടണില്ലേ? എന്റെ കിടപ്പ് കണ്ടിട്ട് 3-4 ദിവസം പട്ടിണി കിടക്കണ പോലെ തോന്നണില്ല കേട്ടോ. പോയിന്നേട്ടാ ബോധമില്ലാത്തോണ്ടല്ലയോ? പാപ്പ വെള്ളം വേണോ? ആണ്ട് വേണമെന്ന്. അയ്യോ കുഞ്ഞിച്ചിരി വെള്ളം തിളപ്പിച്ച് കൊടുക്ക്. അവസാനത്തെ വെള്ളം കൊടുക്കുന്ന കുഞ്ഞിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. അയ്യോ എന്താ ഗോവിന്ദേട്ടാ പറയുന്നേ? നീ ഒന്നും മിണ്ടായി, അത് പ്രാന്ത് പറയണേ. നീ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെന്ന് തലവഴി അല്ല അവിടെ വെക്ക്, ആവശ്യത്തിന് നമുക്ക് കൊടുക്കും. എപ്പോഴും വെള്ളം കുടിക്കണമെന്നുള്ളൊരു പരവേശ. അല്ല അങ്ങനെ തോന്നുമ്പോ ഒക്കെ വെള്ളം എടുത്തേരാ ആരെങ്കിലും വേണ്ടേ? ആരുമില്ല. ഷാനിക്ക് ഇപ്പൊ എന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇക്കാക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇതുകൊണ്ടൊക്കെയാ ഞാൻ ഈ പറയുന്നത്. ഇക്ക ഒരു പെണ്ണ് കെട്ടിട്ടെന്ന്. പെണ്ണ് കിട്ടാനാ? ഞാനാ? ഗോവിന്ദക്കുട്ടി മോളെ നിൽക്കണ കണ്ട? പെണ്ണ് കെട്ടാനേ അതിന് മജീദ് രണ്ടാമതൊന്ന് ജനിക്കണം. പെണ്ണ് കെട്ടാൻ നടക്കുന്ന ഈ പ്രായത്തില്. പാപ്പ ഗോവിന്ദേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് പാപ്പ. ഒന്ന് കിടന്നു പോയ കൈസഹായത്തിന് ഒരാള് വേണ്ടേ? അപ്പം ഞാൻ പെണ്ണേട്ടണമെന്നാണോ നീ പറയണത്? അവള് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എങ്ങനെയാ ഉദ്ദേശിച്ചത്? കൈസഹായത്തിന് ഒരു ഹോം നേഴ്സിനെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് ഇവിടെ നിർത്തണ കാര്യമാണ് പറഞ്ഞത്. ഹോം നേഴ്സ് എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു? കാശ് കൊടുക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. പാപ്പാക്ക് ഒരു കുഴപ്പം വരാതിരുന്നാ മതി. അല്ല എന്നാലും ഷാഹിനെ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ഷാഹിന് ഇങ്ങോട്ട് വരണ വഴി എന്നോട് പറഞ്ഞു, പാപ്പാക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഉമ്മ മരിച്ച കാലത്തെ ചെയ്യായിരുന്നു, അങ്ങനെ ഒരു മനസ്സേ ഇല്ല, നമുക്ക് വേണ്ടിയാ ജീവിക്കണേന്ന് പറഞ്ഞു.
നിങ്ങൾ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് ചെയ്യുന്ന ആരെടുത്തു കൊടുക്കും? അതിനൊരു ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഇവിടെ ഓടി എത്തൂലേ? ഫോൺ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കൂല. ആരോഗ്യമായിട്ട് കിടക്കണ മനുഷ്യനല്ലേ, അതെന്ത് സംഭവിക്കാൻ? ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാലോ? ഇതിന് മാത്രം വെള്ളം എന്തിനാണെന്ന് ഇനി അങ്ങനെ തോന്നണമെങ്കിൽ നമുക്കിവിടെ ഒരു വലിയ വീപ്പയില് വെള്ളം തിളപ്പിച്ചിട്ടിട്ട് ഓസ് എടുത്ത് വായിലോട്ട് ഇട്ടിട്ട് പോകാം. വെള്ളം കുടിക്കാൻ നടക്കണം. എന്നെ ചൂടുവെള്ളത്തിട്ട് കൊല്ലോടാ കാലേ. എവിടേക്കാ പോണേ? കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോവാ. അപ്പൊ അതിനൊക്കെ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ എടുത്തില്ലേ? പിന്നെ അപ്പുണ്ണിയേട്ടനൊക്കെ അറിയോ? പിന്നെന്താ, ആ സേതുവേട്ടന്റെ കടയൊന്നല്ലേ? ആ, ഈ വയ്യാത്ത കാലം വെച്ച് പോകുമ്പോ സങ്കടം ഉണ്ടാ. വയ്യാത്ത കാലോ? എനിക്ക് വയ്യായിക്കില്ല. ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എന്തിനാ? PSC അയക്കാൻ. ആ, നല്ല ചന്തണ്ട് ട്ടാ. ഈ ഉടുപ്പിട്ട് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്നും ഇങ്ങനെ നടന്നൂടെ? എന്നും ഇങ്ങനെ നടക്കേ? വീട്ടില് നിക്കുമ്പോഴോ? അതെന്താ, കാണാൻ ഭംഗി ഉണ്ടാവൂലേ? അപ്പുണ്ണിയേട്ടാട്. അപ്പുണ്ണിയേട്ടനെ കേട്ടോ? ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വരിക, പാല് കൊടുത്തു, പിണ്ണാക്കം വാങ്ങി, എന്നിട്ട് വരിക. പോട്ടെ. അതെ, ഞാൻ കൊണ്ടുവിടാ. എവിടെ? സേതുവേട്ടന്റെ കടയില്. അസലായി. ഏ, അവിടെ ഉള്ളവരൊക്കെ കാണില്ലേ അപ്പുണ്ണിയേട്ടാ? കണ്ടെന്താ, ഞാനും കുമാരിയല്ലേ. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ആ, അമ്മയോട് പോവാൻ പറയും. കൊറേ ആയി ഒരു അമ്മ. പേടിയില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. ശരിക്കും പേടിയില്ലേ? അയ്യോ അമ്മ ഇവിടെ പേടിപ്പിച്ചാലേ. എന്താ ഇവരോടെ? ഞാൻ വേണ്ടോടാ കീറി. വേണ്ട പുണ്ണേട്ടാ, ഇവിടെ ഇരുന്നാ മതിയേ. ഇത് അങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇത് സാധാരണ കൂടിക്കാഴ്ച അല്ലല്ലോ. പോകാം. നിന്നേ, തലയിൽ എന്തോ ഉണ്ടല്ലോ. എന്താ? വേറൊന്നുമില്ല, ഞാൻ പറയാൻ വന്ന കാര്യം ടോളിയാ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മുടെ അപ്പുണ്ണിക്ക് മുമ്പ് ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇടയപ്പുറത്തല്ല, തൊട്ടപ്പുറത്തെ കുമാരിയുടെ. ആ, അപ്പൊ അത് ഞാൻ ഇങ്ങനെ 2 ദിവസമായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ. എന്താ നീ നടത്തി കൊടുക്കാനുള്ള പരിപാടിയാ? അല്ലാന്നേ, ഞാൻ ഒന്ന് പറയട്ടെ ആദ്യം. പറയ്. എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് നിങ്ങളോട് പറയാലോ. അല്ല, ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേ അളിയാ, കുമാരിനെ സംബന്ധിച്ചിടത്തോളെ അവൾക്ക് ഇപ്പൊ കാലിനും കാശിനും ഇത്തിരി കുറവുണ്ട് എന്നല്ലാതെ വേറൊരു കുറവും ഞാൻ കാണുന്നില്ല. പിന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഇപ്പോ അപ്പുണ്ണിക്കാണെങ്കിലും കുമാരിനെ നന്നായിട്ട് അറിയാം, കുമാരിക്ക് അപ്പുണ്ണിനെ നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബത്തിന് നന്നായിട്ട് കുമാരിക്ക് അറിയാം, നമുക്കും കുമാരിനെ നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പൊ അവളുടെ അച്ഛനും നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബത്തിന് അവളുടെ അച്ഛനെയും നന്നായിട്ട് അറിയാം, അവരുടെ തറവാടും നന്നായിട്ട് നമുക്ക് അറിയണതാണ്, നമ്മുടെ തറവാടിനെ കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെ ആലോചിക്കുമ്പോ കുമാരിയും അപ്പുണ്ണിയും തമ്മിലുള്ള ഒരു വിവാഹം വേണമെങ്കിൽ നമുക്ക് നടത്തി കൊടുത്തൂടെ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു. 2-3 പേർക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോ കുടിക്കാൻ ആളെവിടാ? ഒരാളല്ലേ ഉള്ളൂ. എന്നൊരു കാര്യം ചെയ്താലോ, അകത്തേക്ക് കിടക്കാം. എഴുന്നേറ്റ്. പിന്നെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം പറമ്പിലും ജാതി മരത്തിനും ഒക്കെ ചീത്ത പറഞ്ഞിട്ടാവും വന്നിണ്ടാവുക. പതുക്കെ മതി, പതുക്കെ മതി. വിട്ടോ വിട്ടോ. ഒറ്റയ്ക്ക് പോട്ടെ. നടന്നു നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല. ഈ വണ്ടി അറ്റം വരെ എങ്ങനെ പോവാനാ? ഇങ്ങനെ പിടിച്ചുവിടോ. ഇവിടെ കേറുമ്പോ നോക്കണോട്ടാ. അവിടെ നീ ഒന്ന് പിടിച്ചാ മതി. ഞാൻ പിടിക്കാം. പിടിച്ചു കയറി, പിടിച്ചു കയറി. കുഴപ്പമില്ലാന്നേ, വേറെ സൂത്രം കാട്ടി കിടക്കുക. അല്ല, ചൂട് പിടിച്ചാലേ ശരിക്കും മാറിക്കോളും.
ആവി പിടിക്കാനാന്ന് പറഞ്ഞ് ചേച്ചി രാവിലെ വരച്ചതല്ലേ? ഇത് ആവി പിടിക്കാൻ മാത്രല്ല, വേറെ ഉപയോഗം ഉണ്ട് ഇതിന്. എന്താ? അറിയത്തില്ല. പറ ചേച്ചി. പറയൂല. പറ ചേച്ചി, പറ. അയ്യോ, പപ്പയെ ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കുന്ന ആളല്ലേ, അപ്പൊ ഇതൊന്നും അറിയൂല. എന്നാലും പറ പറ. എന്തിനാ? പറയൂല. പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിനക്ക് ചെയ്യാനല്ലേ? ഇല്ല, ഞാൻ അല്ല, ഇവളോട് നന്നായിട്ട് അമ്മയ്ക്ക് ചൂട് വെച്ച് തരണമെന്ന് പറയായിരുന്നു. ആ, അവള് നന്നായിട്ട് വെക്കുന്നുണ്ട്. ആ, ഇവക്ക് നന്നായിട്ട് വെക്കാൻ അറിയാം അല്ലേടി? ഞാൻ ചൂട് പിടിക്കട്ടെ? പിടിക്കും പിടിക്കും. വേണ്ട മോളെ, മതി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാ മതി കേട്ടാ. അമ്മ ഒന്ന് കിടക്കട്ടെ. ചെല്, സൂക്ഷിച്ചു ചൂടുവെള്ള കാലില് വീഴാതെ. അമ്മ എന്നാ ഞാൻ അങ്ങോട്ട് പോന്നേ. ഓ ചെല്ല്. അമ്മേ. എന്താ മോളെ? ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഈ ചൂടുവെള്ളം ഒന്നും പിടിച്ചു കഴിഞ്ഞാൽ ഈ നടുവേന പാറത്തില്ലമ്മേ. ആണോ? ആ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ അമ്മ ഇങ്ങനെ ബാത്റൂമിൽ തെന്നി അടിച്ചു വീണു. അയ്യോ, നടുവ് അടിച്ചിട്ടുണ്ടല്ലോ, എന്തൊരു വേദന ആയിരുന്നറിയോ അമ്മയ്ക്ക്. എന്റെ ദൈവമേ, 3 നേരം ഞാൻ അമ്മയ്ക്ക് ചൂടുവെള്ളം വെച്ചു കൊടുത്തിട്ട് ഒരു കുറവും ഉണ്ടായില്ലമ്മേ. ആണോ? അപ്പത്തേക്കുമാണ് നമ്മുടെ വീടിനടുത്തൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പറഞ്ഞത് ചൂടുവെള്ളം വെച്ചാൽ ഇതൊന്നും മാറത്തില്ല, അതിനൊരു എക്സസൈസ് ഉണ്ടെന്ന്. ആ എക്സസൈസ് ചെയ്തിട്ടല്ലേ അമ്മയുടെ അസുഖമൊക്കെ മാറിയത്. ആ എക്സസൈസ് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞുതരാം. മോക്ക് അതൊക്കെ അറിയാവോ? പിന്നെ ഞാനങ്ങട് കുട്ടി കറിയാന്നോണ്ട് വിളിക്കണേ. ഇത് നിന്റെ ഓഫീസിൽ ജോലി ചെയ്യണ കുട്ടിയുടെ കുട്ടിയല്ലേ? അതിന് നിനക്കെന്താ? എന്താ ഈ പറയും? അല്ല, അങ്ങനെ എനിക്കറിയുള്ളൂ, ഇവിടെ ഉള്ളവർക്കും അറിയുള്ളൂ. എല്ലാവരും ഉറങ്ങട്ടാ. എല്ലാവരും ഉറങ്ങിയല്ലോ, ഇനി ബാക്കി പങ്കിയാൻ തന്നെ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് നടുവെട്ടി കിടക്കില്ലേ? അമ്മ നടുവെട്ടി കിടക്കാം. അമ്മ അവിടെ കിടന്ന് ഡാൻസ് കളിക്കണു. ഡാൻസ് കളിക്കേ? എന്ത് ഡാൻസ്? ജംബോ ഡാൻസ്. ജംബോ ഡാൻസോ? ഷായന മോളെ. ചേച്ചി, അമ്മ ടിഫിൻ ബോക്സിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അയ്യോ, ഇത്തിരി ചോറുണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് വരാവേ. അതെ ചേച്ചി, ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ചേച്ചിക്ക് എന്താ ജോലി ശരിക്കും? വെൽക്കം ചെയ്യാ. വെൽക്കം ചെയ്യുന്നത്. വെൽക്കം? ഞാനൊന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, അവിടുത്തെ സർവേയറിന്റെ ജൂനിയറിന്റെ സബോർഡിനേറ്റ് ആണ് ഞാൻ. അപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് സർവേയുടെ ഓഫീസിലെ ആൾക്കാർ വരില്ലേ, അവരെ വെൽക്കം ചെയ്തിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് എന്റെ ജോലി. വെള്ളം തിളയ്ക്കുന്നു. ഈ 3 ഗ്ലാസ് ഇറക്കാം. പങ്കിയാവന്റെ ഫ്രണ്ട്സ് വന്നിട്ട്. അപ്പൊ ചായയൊക്കെ കൊടുക്കുക കേട്ടോ, വൈകുന്നേരം കാണാം. അതെ, ചായ വന്നു. വിത്തൗട്ട് ആർക്കാ? വിത്തൗട്ട് ഇവിടെ. അല്ല, ചായക്ക് കടിയൊന്നുമില്ലേ? ആ മുറ്റത്തേക്ക് ഇറങ്ങി നല്ല ഉറുമ്പിന്റെ കടി കിട്ടും. ആ ഷായന, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? വാപ്പാടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? എടാ, നീ അറിയില്ലേ മജീദ് ഖാനെ? നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എനിക്കറിയാന്നേ, ഇതൊരു ഔദ്യോഗികപരമായിട്ടുള്ളൊരു ചോദ്യമല്ലേ. അതെന്താ? എന്റെ മൂത്താപ്പാടെ മൂത്തമോൾക്കേ മജീദിക്കയുടെ ഒരു ആലോചന വന്നിട്ടുണ്ടേ. അപ്പൊ രാവിലെ അവരെന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ച് മൂപ്പറിന്റെ സ്വഭാവം എങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള വീട്ടിലെ കുട്ടിയുടെ വാപ്പയാണ്, ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. മോളെ, വാപ്പാടെ സ്വഭാവം എങ്ങനെയുണ്ട്? വാപ്പ പിന്നെയും പെണ്ണോട്ടാൻ പോവാണോ? അപ്പൊ മോളിത് അറിഞ്ഞില്ലേ? അല്ല, അതിപ്പോ ഇവിടെ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലപ്പോ അതിപ്പോ മജീദ് കല്യാണം കഴിക്കാൻ പോവാ. അതേന്ന് ഉറച്ച മട്ട. ആയിക്കോട്ടെ, ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യ കണ്ട കാലം ജീവിച്ചത്.
തള്ളയില്ലെങ്കിലും ആ കുറവൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെപ്പോ ആ കുട്ടി ഈ ഒരു പൊട്ടന്റെ കൂടെ അങ്ങനെ ഇറങ്ങി പോന്നു. അയാൾ എന്ത് ചെയ്യാനാ? എത്ര വെച്ചിട്ട് ഒറ്റാൻ തടിയായിട്ട് കഴിയാ? കല്യാണം കഴിക്കട്ടെ, അത് നന്നായി. ഞാൻ ചോദിച്ചത് കുട്ടിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നണു ഭംഗിയമ്മാവ. എവിടെന്ന്? അതിപ്പോ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്കൊരാളെ ഇഷ്ടമുള്ളത് വേറെ ആൾക്ക് വേറെ ആളെ ഇഷ്ടമുണ്ടെന്ന് കേൾക്കണത് നമുക്ക് ഇഷ്ടാവില്ലല്ലോ. ഇതിപ്പോ എന്താ പറഞ്ഞത്? അതാണ് രാഷ്ട്രീയം. നമുക്ക് എന്തെങ്കിലും പറയാനും ഉണ്ടാവണം, കേൾക്കണവർക്ക് അതിട്ട് മനസ്സിലാവാനും പാടില്ല. രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിൽക്കത്ര. തിന്നോ? വേണ്ടേ? കഴിച്ചോ? വേണ്ട. എനിക്ക് വേണ്ട. എന്നോടുള്ള വഴക്ക് ഇപ്പോഴും വാപ്പാക്ക് മാറിയിട്ടില്ല. വഴക്കല്ലടാ, പരവേശ. വെള്ളം കുടിക്കാനുള്ള പരവേശത്തിൽ വന്നു പോകുന്നതാ, വഴക്കല്ല. അയ്യോ, 4-5 ഒന്ന് കഴിച്ചോ കേട്ടോ. സമ്മതിക്കോ? അതില് വേണം. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, നിങ്ങൾ പോയാൽ വെപ്രാളത്തിൽ. തിന്നോ തിന്നോ. സുബേറെ വാടാ. ഇക്കാക്ക ആരോട് ഇത്ര അവള് വീട്ടിൽ കയറ്റിയേ? ഇവളെ ആരോ വീട്ടിൽ കയറ്റിയെന്ന്. ഞാൻ എന്താ കുഴപ്പം? കുടുംബക്കാർക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നവള് കല്ലുപോലെ. ഇറങ്ങിപ്പോടി. സുബേറെ, അത് പറയാൻ നിനക്കെന്തൊരു കാര്യം? ഇതേ എന്റെ വീടാ, ഒപ്പം എവരുടെയും കൂടെ വീടാ. ഓ, അപ്പൊ നിങ്ങള് മരുമോനും മോളും അമ്മായിപ്പനെല്ലാം കൂടെ ഒന്നായി? ഒന്നിച്ച്. നിനക്കെന്ത് വേണം? ഇനി ഈ കുടുംബത്തിലേക്ക് ഒരു മനുഷ്യൻ വരില്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക്. അല്ലെങ്കിൽ ഈ കുടുംബത്തെ എന്നാടാ ബന്ധുക്കളും മനുഷ്യരും ഒക്കെ വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ഉണ്ടായിരുന്നില്ലേ? എന്താവശ്യത്തിനും ഓടിപ്പോയപ്പോ തപ്പാനും പിടിക്കാനൊക്കെ പിന്നെ ആരാണ് നിങ്ങളുടെ കൂടെ വന്നത്? സുബേർക്ക് ഞാൻ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ആരാടാ നിന്റെ സുബേർക്ക? അല്ല, വാപ്പിച്ചിനെ അവക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കൊണ്ടുവന്നതാണ്. അവന്റെ ഒരു വാപ്പച്ചിയും ഒരു സുബേർക്കയും. അമ്പിളി, നീ അവനോട് സംസാരിക്കണ്ട. സുബേറെ, ഇതെന്റെ വീടാണേ. ഈ നിക്കണത് എന്റെ മോളും എന്റെ മരുമോൻ ചെക്കനുമാണ്. അവരെ മേത്ത് നീ കുതിര കയറാൻ നിക്കണ്ട കേട്ടാ. ഞാൻ ആരുടെ മേത്തും കുതിര കയറണില്ല. മരുമോനും മോളും അപ്പനും എല്ലാം കൂടെ ഇവിടെ താമസിച്ചോ. ഒന്ന് നിക്കണവര്. മോളെ, നീ ഇത്തിരി ചായ ഉണ്ട്. എനിക്ക് ചായ ഒന്നും വേണ്ട. അയ്യോ, നിനക്ക് തരാനല്ല, ഞങ്ങൾക്ക് കുടിക്കാനാ. ഇട്ടങ്ങോട്ട് കുടിച്ചോ. ഞങ്ങൾ കുടിച്ചോളാം. നീ അല്ലേ? അല്ല പിന്നെ വന്നേക്കുന്ന കഴിക്കാനായിട്ട് നീ ആരെയാക്കണ്ട. അയ്യോ, വയ്യേ? വയ്യടാ, പെട്ടെന്ന് ശബ്ദം എടുത്തപ്പോഴേ വീണ്ടും പരവേശം. ഇത്തിരി കാപ്പിട്ട് കൊടുക്കാം. മോക്ക് നല്ലൊരു ആലോചനയായിട്ടാ ഞാൻ വന്നേക്കുന്നത്. പുണ്യയുടെ ആലോചനയല്ല, അതൊക്കെ വിട്ട അത് കള. അത് മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പശു, പാല്, പിണ്ണാക്ക്, ചാണകം, വൈക്കോല്, പുല്ല് കള. അല്ല, പുണ്യയുടെ ആലോചന കള. ഇത് ഉഗ്രം വേറൊരു നല്ല ഉഗ്രം ജോലിയുള്ളൊരു പയ്യന്റെ ആലോചനയായിട്ടാ വന്നേക്കുന്നത്. എന്താ കളക്ടറോ? കളക്ടറോ എന്ന് ചോദിച്ചാൽ കളക്ടറാണ്. കളക്ടറോ? കളക്ടറോ എന്ന് ചോദിച്ചാൽ കളക്ടർ അല്ല. ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടിക്ക് ആളുണ്ടെന്ന് ഈ അച്ഛൻ എന്തീ പറയണേ? തമാശ പറയുന്ന കാര്യം പറയും. നല്ല ഉഗ്രം ജോലിയുള്ള ഒരു ഇൻസ്റ്റാൾമെന്റുകാരൻ. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ അവനാണ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റാ? ഇൻസ്റ്റാൾമെന്റ് മോളെ വീട്ടിൽ സാധനം തന്നിട്ട് വല്ലപ്പോഴും വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോകുന്ന പരിപാടിയില്ല. വല്ലപ്പോഴും അല്ല, ആഴ്ച വന്ന് കാശ് മേടിക്കും. ആഴ്ച എങ്കിൽ ആഴ്ച. അതാണ് ചേട്ടന്റെ കളക്ടർ. അല്ല, എന്താ അത് കളക്ടർ അല്ലേ? പൈസ കളക്ട് ചെയ്യണ്ടേ? മോളെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ 1000 രൂപയുടെ സാധനം അവന് 6000 രൂപയ്ക്ക് വിൽക്കും. അത്ര ബുദ്ധിയാണ് അവന്. അപ്പൊ അത് പറ്റിക്കലല്ലേ? പറ്റിക്കലോ? അത് അവൻ ഓരോ സാധനങ്ങൾ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇത് 100 വീടിന് അവനെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ അവന് ലാഭം? 6 ലക്ഷം രൂപ ലാഭം. 6 ലക്ഷം രൂപ ലാഭം. 6 ലക്ഷം രൂപ ലാഭം കിട്ടുമ്പോ ആ പണിക്ക് കാണാൻ പോയാ മതിയായിരുന്നില്ല? ചേട്ടന് അതാ നല്ലത്. നന്നായിട്ട് തള്ളാൻ അറിയാലോ. നേരത്തെ ഇവിടെ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഞാൻ ഇങ്ങനെ എക്സസൈസ് കാണിച്ച് അപ്പൊ ഇങ്ങോട്ട് മാറി ഇപ്പൊ ഇവിടെയാണ്. എന്ത് പറ്റിയതായിരിക്കും? ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ഇന്നാളൊരു ഡോക്ടറെ പോയി കണ്ടായി. എന്നിട്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു നമ്മൾ ഈ ഫുൾ ടൈം ഇങ്ങനെ പെട്ടി വണ്ടി ഓടിച്ചോണ്ട് നടക്കാനല്ല, അതിങ്ങനെ ഷെയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് എന്തോടെ ഒരു തേയ്മാനത്തിന്റെ എന്തോ പ്രശ്നമാണ്. അപ്പൊ അധികം നാൾ വണ്ടി ഓടിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ആലോചിക്കായിരുന്നേ, ഒരു വണ്ടി എടുത്താലാന്ന്. കാറേ. നമുക്കോ? പെട്ടി വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല. ആരോഗ്യം വേണമല്ലോ ഷാഹിന, എന്തിനായാലും. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ വേദന വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നമുക്ക് കാർ തന്നെ എടുക്കാം. കാർ എടുക്കാം. ഞാനൊരു കണ്ണു വെച്ചിട്ടുണ്ട്.
ആ അപ്പൊ CC കിട്ടും നമുക്ക്. പക്ഷെ ഡൗൺ പേയ്മെന്റ് അടക്കാൻ കുറച്ച് പൈസ ആദ്യം വേണം. അതിപ്പോ നമ്മുടെ അടുത്ത് ഇല്ലല്ല. അപ്പൊ എന്ത് ചെയ്യും? അത് എവിടെന്നെങ്കിലും ഒപ്പിക്കണം. ആദ്യം കൊടുക്കണം കുറച്ച് പൈസ. അപ്പൊ ഞാൻ 2-3 പേരോട് ചോദിച്ച്. അപ്പൊ അവര് തരും. പക്ഷെ അവർക്കും പലിശ കൊടുക്കണം, CCയും പലിശയാകുമ്പോ പറ്റില്ല. അത് ശരിയാ, രണ്ടും കൂടെ പറ്റൂല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ വേണം ആദ്യം കൊടുക്കാൻ. അപ്പൊ അതിനിപ്പോ എന്താ ഒരു മാർഗം എന്നാണ് ഞാൻ ആലോചിക്കണത്. ഇക്കൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് പ്ലാൻ ഉണ്ട്. ഇത് പണിയെടുത്ത മാസം അടക്കാം. കാർ എടുത്താൽ നമുക്ക് സൗകര്യമായിട്ട് എവിടെയെങ്കിലും പോയി വരെ ഒരു അന്തസ്സും ആവുമല്ല. അതാവും എല്ലാവർക്കും നല്ലതാ കാർ എടുത്താ. അതെ അതെ അതെ. നിന്റെ അടുത്ത് വല്ല ഇരിപ്പുണ്ടോ? എന്റെ അടുത്തോ? പൈസയോ? എന്റെ അടുത്ത് എവിടെ നോക്ക? ജോലിയൊന്നും ഇല്ലല്ലോ. എന്റെ അടുത്ത് ആകെ ഉള്ളത് വാപ്പ വന്ന് സ്വർണ്ണ. അതാണെങ്കിൽ അമ്മയുടെ കയ്യിലുവാ. അത് പറ്റില്ല. അമ്മനോട് ചോദിച്ചാൽ തരില്ല. അല്ലെങ്കിൽ അത് കിട്ടില്ല. അമ്മ പറയാ എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയുടെ മോനെ വിശ്വാസം ഇല്ലാത്തോണ്ട് അത് അമ്മയുടെ കൈ തന്നെ ഇരുന്നോട്ടെ. വെറുതെ പറയണതാ. വെറുതെ ഒന്നല്ല, അത് കിട്ടില്ല. ഈ പെണ്ണിന് ഒരിഷ്ടം, ഒരു പ്രണയം, ഒരു ആട്ടിടൻ ചക്കരോട്. അവൾ അച്ഛനോ ഒരു കഷണ്ടി തല, ഒരു ദുഷ്ടൻ. അയാൾക്ക് ഇഷ്ടായില്ല. ആളെന്നും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. പാവം പെണ്ണ്. പക്ഷെ ഇവരുടെ പ്രണയം മുഴുത്ത പ്രണയം, വിടൂല, ശക്തമാണ്. എങ്ങനെയുള്ള പ്രണയം? സ്നേഹത്തോടെ നന്മയുള്ള പ്രണയം. വേറൊരു മോശം ഒരു ടച്ചില്ല. അങ്ങനത്തെ പ്രണയം. ഇത് വെറൈറ്റി ആണ്, കഥ ചെറുതല്ല, അടിപൊളി സാധന. അങ്ങനെ ഇരിക്കെ ഈ അച്ഛനെ കാണാതെ ഇവർ ഒളിച്ചോടി പോയി. ഇവര് രണ്ടുപേരാണോ? രണ്ടും കൂടി പോയി. നായികയുടെ പേര് ചന്ദ്രിക. നായകന്റെയോ? രമണൻ. അല്ലെ ഇത് ചങ്ങമ്പുഴയുടെ കഥാപാത്രങ്ങളില്ലയോ? എഴുതിയോ? അങ്ങനെ എഴുതിയോ? വേണ്ട വേണ്ട. എന്തിനാ മനോര വല്ലവരുടെയൊക്കെ എടുത്ത് കട്ടും പൊട്ടിച്ചൊക്കെ പറയുന്നത് ആവശ്യമില്ലാതെ. വേറെ ഉണ്ട്. അച്ഛാ വേറെ ത്രെഡ് ഉണ്ട്. വേറെ ത്രെഡ്. ഇത് നല്ല സാധനാ. വേണ്ട വേണ്ട, ഇത് വേണ്ട. വേണ്ട, വേറെ ഉണ്ട്. കിടിലെ ത്രെഡ് പറയട്ടെ. വലിയൊരു കടല്, നടുക്കടല്, വലിയൊരു കപ്പല്. കപ്പലിന്റെ പേര് ഞാൻ പറയട്ടെ. ടൈറ്റാനിക്. കറക്റ്റാ. അച്ഛാ ഞാൻ വേറൊരു സാധനം പറയാം. നീ ഒരു സാധനം ഇനി ഇവിടെ ഇരുന്ന് പറയാം.